ഹലോ കുട്ടികളെ, 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണ് എ ഡേ അറ്റ് ദി ഫാം. യു ഹാവ് ഓൾറെഡി റീഡ് ദ സ്റ്റോറി ഓഫ് പാർവതി ഹു ലവ്ഡ് ദ ഫീൽഡ്സ്, ദ ട്രീസ് ആൻഡ് ദ പ്ലാന്റ്സ്. നിങ്ങൾ മരങ്ങളെയും സസ്യങ്ങളെയും നെൽപ്പാടങ്ങളെയും ഒക്കെ സ്നേഹിച്ച പാർവതിയുടെ കഥ വായിച്ചു കഴിഞ്ഞില്ലേ? ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് 2 kids who go to feed the animals on a farm. Let us see what happens. ഇവിടെ 2 കുട്ടികൾ ഒരു കൃഷിസ്ഥലത്തേക്ക് പോവുകയാണ്. ഫാം എന്ന് പറഞ്ഞാൽ ധാരാളം മൃഗങ്ങളും അതുപോലെ കൃഷിയും ഒക്കെയുള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ അവിടേക്ക് 2 കുട്ടികൾ പോവുകയാണ്. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. എ ഡേ അറ്റ് ദി ഫാം. അതിനകത്ത് മനോഹരമായ ധാരാളം പിക്ചേഴ്സ് ഉണ്ട്. ഒരു പിക്ചർ സ്റ്റോറിയാണെന്ന് പറയാം. One day, Bill invited his friend Meg to visit his granddad's farm. ഒരു ദിവസം ബില്ല് തൻ്റെ സുഹൃത്തായ മെഗിനെ തൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഫാമിലേക്ക് ക്ഷണിച്ചു. ഗ്രാൻഡ് ഡാഡ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഡാഡ് നീഡ്സ് ഹെൽപ്പ് ഓൺ ഹിസ് ഫാം, ബിൽ സെഡ്. ബില്ല് പറഞ്ഞു, ഗ്രാൻഡ് ഫാദറിന് കുറച്ച് സഹായമൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ദ കിഡ്സ് വെൻ ടു ദി ഫാം. അങ്ങനെ ആ കുട്ടികൾ 2 പേരും കൂടി ഫാമിലേക്ക് പോയി. ഗ്രാൻഡ് ഡാഡ് ഗേവ് ദ കിഡ്സ് സം ജോബ്സ് ടു ഡു. ഗ്രാൻഡ് ഡാഡ് അവർക്ക് കുറച്ച് ജോലികളൊക്കെ ചെയ്യാനായിട്ട് കൊടുത്തു. പ്ലീസ് പീൽ ദ ഇയേഴ്സ് ഓഫ് കോൺ ആൻഡ് ദെൻ ഹെൽപ്പ് മീ സോ ദ സീഡ്സ്, ഹീ സെറ്റ്. അപ്പോൾ പീൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊലി പൊളിച്ചെടുക്കുന്നതിനെയാണ്. അപ്പോൾ ഈ കോണിൻ്റെ തൊലിയൊക്കെ പൊളിച്ചു തരണം. അതിൻ്റെ ആ പുറം കവർ, ഇയേഴ്സ് എന്ന് പറയുന്ന, ഇയർ ചെവിയാണെങ്കിലും അതിൻ്റെ ഇലകളിങ്ങനെ, ചോളത്തിൻ്റെ ഇലകളിങ്ങനെ പൊതിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഭാഗം പൊളിച്ചു തരണമെന്നാണ് പറഞ്ഞത്. അതുപോലെ വിത്തുകളൊക്കെ വിതയ്ക്കാൻ സഹായിക്കണമെന്നും ഗ്രാൻഡ് ഡാഡ് പറഞ്ഞു. ദേ വെയർ വെരി ഹാപ്പി ടു ഡു ദ വർക്ക്. ബില്ലിനും മെഗിനും വളരെ സന്തോഷമായി. അവർ സന്തോഷത്തോടെ ആ ജോലികളൊക്കെ ചെയ്തു. നൗ യു ക്യാൻ ഹെൽപ്പ് മീ ഫീഡ് ദ ആനിമൽസ്. ഇനി എനിക്ക് മൃഗങ്ങൾക്കൊക്കെ തീറ്റ കൊടുക്കണം, അപ്പോൾ അതിന് സഹായിക്കണമെന്ന് ഗ്രാൻഡ് ഡാഡ് പറഞ്ഞു. ഇഫ് യു ആർ നോട്ട് ടയേർഡ് സെറ്റ് ഗ്രാൻഡ് ഡാഡ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ ക്ഷീണിച്ചില്ലെങ്കിൽ മാത്രം എന്നെ ഇനി സഹായിച്ചാൽ മതി. ടയേർഡ് എന്ന് പറഞ്ഞാൽ ക്ഷീണം. നോ വി ആർ നോട്ട് ടയേർഡ്, വി ഷാൽ ഹെൽപ്പ് യു, ദ കിഡ്സ് സെഡ് വിത്ത് ഗ്രേറ്റ് എൻതൂസിയാസം. ആ വാക്ക് എൻതൂസിയാസം, ഉത്സാഹം, വളരെ താല്പര്യത്തോടെ ഉത്സാഹത്തോടെ അവർ പറഞ്ഞു, ഞങ്ങൾ ക്ഷീണിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. They fed the sheep and the geese. അപ്പോൾ അവർ ആടുകൾക്കും, ഗീസ് എന്ന് പറയുന്നത് താറാവ് പോലെയുള്ള ഒരു പക്ഷിയാണ്, അപ്പോൾ അതിന് ആഹാരമൊക്കെ കൊടുത്തു. They feed the sheep and the geese. Granddad had all kinds of animal on the farm. ഗ്രാൻഡാഡിന് എല്ലാ തരത്തിലുള്ള മൃഗങ്ങളും ആ ഫാമിലുണ്ടായിരുന്നു. They went with him to the barn to collect hay for the cows. അതിനുശേഷം ബില്ലും മെഗും ഗ്രാൻഡാഡിൻ്റെ കൂട്ടത്തിൽ ബാൺ എന്ന് പറയുന്ന സ്ഥലം, ബാൺ എന്ന് പറയുന്നത് കച്ചിയൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. കളപ്പുര എന്നൊക്കെ മലയാളത്തിൽ പറയും. അപ്പോൾ കച്ചിയൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അതെടുക്കാനായിട്ട് ഇവർ 2 പേരും ഗ്രാൻഡാഡിൻ്റെ കൂട്ടത്തിൽ പോയി. ഹേ എന്ന് പറഞ്ഞാൽ കച്ചി. There I have a collection of bees also, showing another side of the farm. Granddad added എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്തു. പോകുന്ന വഴിക്ക്, പശുവിന് കച്ചിയെടുക്കാനായിട്ട് പോകുന്ന വഴിക്ക് ഗ്രാൻഡാഡ് ഇവരോട് പറഞ്ഞു, എനിക്ക് കുറച്ച് തേനീച്ചകളുടെ കളക്ഷൻ ഉണ്ട്, കുറച്ച് തേനീച്ചയും കൂടി ഞാനിവിടെ വളർത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. യു നീഡ് നോട്ട് ഫീഡ് ദ ബീസ്. നിങ്ങൾ അതിന് തീറ്റയൊന്നും കൊടുക്കണ്ട. ഡു നോട്ട് ഡിസ്റ്റർബ് ദം. അവരെ ശല്യം ചെയ്യരുത്. ഡിസ്റ്റർബ് എന്ന് പറഞ്ഞാൽ ശല്യം ചെയ്യുക. അപ്പോൾ തേനീച്ചകൾക്ക് തീറ്റ കൊടുക്കാനാന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി അവരെ ശല്യം ചെയ്യരുത് എന്നാണ് ഗ്രാൻഡാഡ് ഉദ്ദേശിച്ചത്. അതിന് തീറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഡിസ്റ്റർബ് ചെയ്താൽ എന്ത് പറ്റും? തേനീച്ച കുത്തും. ഡു യു നോ വാട്ട് ദ കിഡ്സ് ഡിഡ്? ദേ വെന്റ് നിയർ ദ ബീസ് സീക്രട്ട്ലി. അപ്പോൾ ഗ്രാൻഡാഡ് അങ്ങോട്ട് പോവണ്ട, തീറ്റ കൊടുക്കണ്ട, ശല്യം ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവർ 2 പേരും ഗ്രാൻഡാഡ് അറിയാതെ സീക്രട്ടായിട്ട് അങ്ങോട്ടേക്ക് പോയി. ഗ്രാൻഡാഡ് ഡിഡ് നോട്ട് നോട്ടീസ് ഇറ്റ്. ഗ്രാൻഡാഡ് അത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ബിൽ സ്റ്റെപ്ഡ് ഓൺ എ ലോഗ് ആൻഡ് പീപ്ഡ് ഇൻ ടു ദി ഹൈവ്. ബിൽ സ്റ്റെപ്ഡ് ഓൺ എ ലോഗ്. ലോഗ് എന്ന് പറഞ്ഞാൽ ഒരു തടിക്കഷ്ണമാണ്. ആ പിക്ചറിൽ നമുക്ക് കാണാം. ആ തടിക്കഷ്ണത്തിൽ ചവിട്ടി ബില്ല് നിൽക്കുന്നു, തേനീച്ചക്കൂടിനകത്തേക്ക് നോക്കുകയാണ്. പീപ്ഡ് എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു നോക്കുക. ഇൻ ടു ദി ഹൈവ്, ആ തേനീച്ചക്കൂടിനകത്തേക്ക് ഒളിഞ്ഞു നോക്കി.
ദേ ആർ സ്ലീപ്പിംഗ് ഹി ഡിക്ലെയർഡ്. അവർ ഉറങ്ങുകയാണെന്ന് നമ്മുടെ ബില്ല് പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ പറഞ്ഞു. ഡിക്ലെയർഡ് എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിച്ചു എന്നാണ്. ഇവിടെ ബില്ല് പ്രഖ്യാപിച്ചു അവർ ഉറങ്ങുകയാണ് അങ്ങനെ മെഗിനോട് പറഞ്ഞു. ബട്ട് ദേ വെയർ നോട്ട് ആക്ച്വലി സ്ലീപ്പിംഗ്. പക്ഷേ ഈ ബീസ് ഉറങ്ങുകയായിരുന്നോ? അല്ല. ബിൽ ഫെൽ ഓഫ് ദ ലോഗ്. അങ്ങനെ തടിക്കഷ്ണം ഇങ്ങനെ ഉരുണ്ട് കിടക്കുന്ന ഒരു തടിക്കഷ്ണമാണ്. അതിൽ കയറി നിന്നാണ് ബില്ല് നോക്കിയത്. ആ സമയത്ത് അതിൽ നിന്ന് ബില്ല് വീണു. ദ ബീസ് വെയർ ഡിസ്റ്റർബ്ഡ്. ഇപ്പം ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ട് തേനീച്ചകൾക്കെല്ലാം അകപ്പടെ ശല്യമായി. ദ ബീസ് ഫ്ലൂ ആഫ്റ്റർ ബിൽ ആൻഡ് മെഗ്. ഫ്ലൂ എന്ന് പറഞ്ഞാൽ എന്താ? പറന്നു. തേനീച്ച ഇവരെ കുത്താനായിട്ട് ഇവരുടെ പുറകെ പറക്കാൻ തുടങ്ങി. ദ കിഡ്സ് റാൻ ഫാസ്റ്റ്. ഈ കുട്ടികൾ സ്പീഡിൽ ഓടി. ദ ബീസ് ഫ്ലൂ ഫാസ്റ്റർ. തേനീച്ചകൾ അതിലും സ്പീഡിൽ പുറകെ ഓടി. ദേ കെയിം നിയർ ദ കിഡ്സ്. അവർ പെട്ടെന്ന് തന്നെ തേനീച്ചകൾ കുട്ടികളുടെ തൊട്ടു പിറകിലെത്തി. ഹൗ കുഡ് ദേ എസ്കേപ്പ്. എങ്ങനെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയും? എ സ്ട്രീം ജംപ് ഇൻ ടു ഇറ്റ്. ബിൽ സ്ക്രീംഡ്. സ്ട്രീം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു അരുവി. എ സ്ട്രീം ജംപ് ഇൻ ടു ഇറ്റ്. ബിൽ സ്ക്രീംഡ്. സ്ക്രീംഡ് എന്ന് പറഞ്ഞാൽ അലറി വിളിച്ചു ഒച്ചത്തിൽ പറഞ്ഞു. ദേ ജംപ്ഡ് ഇൻ ടു ദി സ്ട്രീം. അങ്ങനെ ബില്ലും മെഗും കൂടി ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. ദ ബീസ് ഫ്ലൂ ബാക്ക് ടു ദെയർ ഹൈവ്. തേനീച്ചകൾ പതുക്കെ അവരുടെ തേനീച്ചക്കൂട്ടിലേക്ക് മടങ്ങി. ദ സ്ട്രീം വാസ് നോട്ട് ഡീപ്പ്. എന്നാൽ ആ അരുവി ഒത്തിരി ആഴമുള്ളതായിരുന്നില്ല. ഡീപ്പ് എന്ന് പറഞ്ഞാൽ ആഴം. ഇറ്റ് സേവ്ഡ് ദ കിഡ്സ് ഫ്രം ദ ആംഗ്രി ബീസ്. വളരെ ആഴമുള്ളതൊന്നുമല്ല, ചെറിയ അരുവിയായിരുന്നു. ആ അരുവിയിലെ വെള്ളത്തിൽ ചാടിയത് കൊണ്ടാണ് ഇവരെ തേനീച്ച കുത്താതിരുന്നത്. ഗ്രാൻഡ് ഡാഡ് റാൻ ടു ദി സ്ട്രീം ആൻഡ് ഹെൽപ്ഡ് ദം ഔട്ട്. അപ്പോൾ ഈ ഒച്ച കേട്ട് ഗ്രാൻഡ് ഡാഡ് അവിടെ എത്തുകയും അവരെ രണ്ടുപേരെയും ആ വെള്ളത്തിൽ നിന്ന് കൈപിടിച്ച് കയറ്റുകയും ചെയ്തു. ഗ്രാൻഡ് ഡാഡ് സെഡ്, യു ക്യാൻ ഫീഡ് ദ ആനിമൽസ് ആൻഡ് ഹെൽപ്പ് ദം. നിങ്ങൾക്ക് മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുകയും അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യാം. ബട്ട് ഡു നോട്ട് ഡിസ്റ്റർബ് ദം. പക്ഷെ അവരെ ശല്യപ്പെടുത്താൻ പാടില്ല. വി ആർ സോറി ദ കിഡ്സ് സെഡ്. അപ്പോൾ അവർ സോറി പറഞ്ഞു. കുട്ടികൾ ഗ്രാൻഡ് ഡാഡിനോട് സോറി പറഞ്ഞു. ദേ വെയർ വെറ്റ്. വെറ്റ് എന്ന് പറഞ്ഞാൽ നനഞ്ഞു. ബട്ട് ദേ വെയർ ഹാപ്പി അറ്റ് ലാസ്റ്റ്. അവർ നനഞ്ഞെങ്കിലും ഒരു തേനീച്ചയിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുകൊണ്ട് അവർ വളരെ ഹാപ്പി ആയിരുന്നു. ഇനി നമുക്കിതിൻ്റെ ആക്ടിവിറ്റികൾ നോക്കാം. ആദ്യം അബൌട്ട് ദ ഓതർ നോക്കാം. റോബർട്ട് എഡ്വാർഡ് സ്ലാവൻ എന്ന അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ആക്ടിവിറ്റി ഫസ്റ്റ്. ഇതിനകത്ത് ആകെ ഒരു ആക്ടിവിറ്റി നമുക്ക് എഴുതി ചെയ്യാനായിട്ടുള്ളതുള്ളൂ. ഫസ്റ്റ്, ചെയിൻ സ്റ്റോറി ടെല്ലിംഗ്. We have gone through the picture story, A Day at the Farm. Let us retell the story in our own way. Your teacher will begin the story. You may tell the rest of the story one by one. Everyone can contribute one sentences each and complete the story. നമ്മൾ ഈ പിക്ചർ സ്റ്റോറി വായിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടേതായ രീതിയിൽ ഇത് പറയാം. നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ ആദ്യം സ്റ്റോറിയുടെ തുടക്കം പറയുന്നു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ബാക്കി ഓരോ സെൻറ്റൻസ് ആയിട്ട് പറയുന്നു. അപ്പോൾ ടീച്ചർ പറയുകയാണ്, ബിൽ ഇൻവൈറ്റഡ് Meg to his granddad's farm. അപ്പോൾ അതിനുശേഷം എന്ത്? they went to the farm and they helped grandfather. അങ്ങനെ ഓരോ സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞ് ഈ സ്റ്റോറി ഒന്നും കൂടി പറയുക. ആക്ടിവിറ്റി 2, enact the story. Your teacher will narrate the story A Day at Farm. You may listen to your teacher and act out the events in the story. ടീച്ചർ ഈ സ്റ്റോറി വായിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ കഥ അഭിനയിച്ച് കാണിക്കുന്നു. ആക്ടിവിറ്റി 3, read the following passage. Edit the words underlined and rewrite the passage. You may use the words given in the bracket his, their, our. ഈ പാസേജിൽ 2-3 വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളത് അണ്ടർലൈൻ ചെയ്ത വാക്കുകൾ തിരുത്തി, അവിടെ തെറ്റായിട്ടുള്ളത് തിരുത്തി ശരിയായിട്ടുള്ള വാക്കുകൾ എഴുതണം. The fisherman often face dangerous situation while they go fishing. മീൻപിടുത്തക്കാർ മീൻ പിടിക്കാൻ പോകുമ്പോൾ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യേണ്ടി വരും. ദേ റിട്ടേൺ ഫ്രം ദി സീ വിത്ത് എ ഗുഡ് ക്യാച്ച്. അവർ കടലിൽ നിന്ന് നന്നായിട്ട് മീനുകളും ഒക്കെ ആയിട്ട് തിരിച്ചു വരും. ദേ ആർ ഹാപ്പി. അവർ വളരെ ഹാപ്പി ആയിരിക്കും. ദേ ആർ ഹാപ്പി വിത്ത് മൈ സിമ്പിൾ ലൈഫ്സ്. അവിടെ അവർ ഹാപ്പി ആയിരിക്കും എൻ്റെ സിമ്പിൾ ആയിട്ടുള്ള സാധാരണ ജീവിതത്തിൽ എന്നാണ്. അപ്പോൾ അവർ ഹാപ്പി ആയിരിക്കുന്നത് അവരുടെ ജീവിതത്തിലല്ലേ. അപ്പോൾ നമ്മൾ അവിടെ മൈ എന്നുള്ളിടത്ത് എന്ത് ചേർക്കണം? ദെയർ. അവരുടെ. ദേ ആർ ഹാപ്പി വിത്ത് ദെയർ സിമ്പിൾ ലൈഫ്സ്.
അവർ അവരുടെ ആ സാധാരണ ജീവിതത്തിൽ ഹാപ്പിയാണ്. They work hard for us and are in our essential part of his society. അവർ വളരെ കഷ്ടപ്പെടുന്നവരാണ്, വർക്ക് ഹാർഡ്, നമുക്ക് വേണ്ടിയിട്ട്, ആൻഡ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ഹിസ് സൊസൈറ്റി. അപ്പോൾ ധാരാളം മീനുകളുമായിട്ടാണ് അവിടെ തിരിച്ചു വരുന്നത്. അത് നമ്മുടെ സൊസൈറ്റിയിൽ അവർ വിറ്റഴിക്കുന്നുമുണ്ട്. അപ്പോൾ അവർ നന്നായിട്ട് കഷ്ടപ്പെടുന്നു അവരുടെ സൊസൈറ്റിക്ക് വേണ്ടി എന്നാണോ? അല്ല, നമ്മുടെ സമൂഹത്തിന് വേണ്ടി. അപ്പോൾ അവിടെ ഹിസ്, അവൻ്റെ സമൂഹം എന്നാണോ? അല്ല, അവർ എന്ന് പറയണം അല്ലേ? അപ്പോൾ they work hard for us and are an essential part of our society. There are many stories about fishermen. ഈ മീൻപിടുത്തക്കാരെ പറ്റി ധാരാളം കഥകളുണ്ട്. One of the most famous stories about a fisherman is The Old Man and the Sea. ലോക പ്രശസ്തമായ ഒരു മീൻപിടുത്തക്കാരനെ പറ്റിയുള്ള ഒരു കഥയാണ് ദ ഓൾഡ് മാൻ ആൻഡ് ദി സീ. ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന അമേരിക്കൻ റൈറ്റർ എഴുതിയ ലോക പ്രശസ്തമായ ഒരു കൃതിയാണത്. ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് ആൻ ഓൾഡ് ഫിഷർമാൻ ആൻഡ് ഹർ എഫോർട്ട് ടു ക്യാച്ച് എ ബിഗ് ഫിഷ്. ഇത് ഒരു പ്രായമായ ഒരു മീൻപിടുത്തക്കാരൻ കടലിൽ പോകുന്നതും ഒരു വലിയ മീനിനെ പിടിക്കുന്നതുമാണ്. അങ്ങനെ അയാളുടെ കഥയാണിത്. അപ്പോൾ നോക്കി, അവിടെ ഹെർ എന്നിടത്ത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഹെർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? അവളുടെ എന്ന് പറയും. അപ്പോൾ ഇവിടെ നോക്കി, ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് ആൻ ഓൾഡ് ഫിഷർമാൻ ആണ് അല്ലേ, ഫിഷർ വുമൺ അല്ല. അപ്പം ഫിഷർമാൻ എന്ന് പറയുമ്പോൾ അയാൾ അല്ലേ, അയാളുടെ എന്ന് വരുമ്പോൾ അവിടെ എന്ത് വരണം? ഹിസ് ആണ് വരേണ്ടത്, ഹെർ ശരിയല്ല, ഹിസ് ആണ് അവിടെ വരേണ്ടത്. ഇനി ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 4. ഡു യു ഹാവ് എ ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഇൻ യുവർ സ്കൂൾ കോമ്പൗണ്ട്? നിങ്ങളുടെ സ്കൂൾ കോമ്പൗണ്ടിൽ ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഉണ്ടോ? വാട്ട് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ആർ ദെയർ? അവിടെ എന്ത് തരത്തിലുള്ള മരങ്ങളാണ് ഉള്ളത്? ഡു യു നോ ദെയർ നെയിംസ്? നിങ്ങൾക്ക് ആ മരങ്ങളുടെ ഒക്കെ പേരറിയാമോ? യു മേ അറ്റാച്ച് നെയിം ബോർഡ്സ് ടു ദി ട്രീസ്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന മരങ്ങളുടെയൊക്കെ പേര് അതിലൊരു കാർഡ്ബോർഡിലൊക്കെ വെട്ടി ഒട്ടിക്കുക. ഗീവ് എ സ്യൂട്ടബിൾ നെയിം ഫോർ യുവർ പാർക്ക്. നിങ്ങളുടെ ആ ബയോഡൈവേഴ്സിറ്റി പാർക്കിന് അനുയോജ്യമായ ഒരു പേര് നൽകുക. ഫിക്സ് സൈൻ ബോർഡ്സ് ആൻഡ് ഡിറക്ഷൻസ് ടു ദി പാർക്ക് വേറെവർ റിക്വയർഡ്. എവിടെയെങ്കിലും അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ, ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബോർഡ് കാണാറില്ലേ? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബോർഡുകൾ സ്ഥാപിക്കേണ്ട അത്ര സ്ഥലം നിങ്ങളുടെ സ്കൂളിലെ ബയോഡൈവേഴ്സിറ്റി പാർക്കിനുണ്ടെങ്കിൽ അങ്ങനെയുള്ള സൈൻ ബോർഡുകളൊക്കെ സ്ഥാപിക്കുക.